ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവൽ ലഡുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അവൽ ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അവലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 2 കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കനം കുറഞ്ഞിട്ടുള്ള വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് അവൽ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ അവലൊന്ന് ക്രിസ്പി ആയി തേങ്ങയുടെ വെള്ളമൊക്കെ കുറച്ചൊന്ന് മാറിക്കിട്ടണം. ആ ഒരു രീതിക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം നമ്മൾ ലഡു തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അവലും തേങ്ങയും തനിത്തനിയായിട്ടും വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ അവലൊന്ന് തൊട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് തോന്നണം. അതുപോലെ തന്നെ കയ്യിലൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പൊടിഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് വേണം അവലൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അവലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരല്പം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ഈ അവൽ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അവൽ വറുത്തിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു ലഡുവിന് പ്രത്യേകിച്ച് പരുവത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മാത്രം മതിയാവും. നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി ശർക്കര ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള അവൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അവലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവൽ നല്ലതുപോലെ ശർക്കരയായിട്ടൊക്കെ ഒന്ന് ചേർന്ന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ശർക്കര പാനിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരേക്കും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഡ്രൈ ആയി ഈ ഒരു പരുവത്തിൽ അവലൊന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊരല്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് കയ്യിലൊന്ന് തൊടാൻ പാകത്തിനുള്ള ആ ഒരു ചൂടിലാവുന്നവരേക്കും ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ ആയിട്ട് അവലെടുത്തിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഉരുളയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിലൊരു അല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് ഉരുളയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് തണുത്ത് പോകുന്നതിന് മുമ്പായിട്ട് വേണം ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പാടായിരിക്കും ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. കുറച്ച് തിക്കായി പോവും അവല്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് അമർത്തി വേണം ഒന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാഷ്നട്ട് കൂടെ വെച്ചിട്ടാണ് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാ അവലും ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവൽ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.